നമ്മളിവിടെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ട്. ദേ ഇപ്പോൾ ട്രെയിനിൽ നിന്ന് വീഴുന്നതാണ് കേട്ടോ. സത്യത്തിൽ ദേ ഇപ്പോൾ കിടന്നതിനെ പുറത്ത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ബ്രഷ് ചെയ്തു കേട്ടോ. എനിക്ക് ഈ ട്രെയിനിലത്തെ ടോയ്ലറ്റ് ഇഷ്ടമല്ലെങ്കിലും ഇവിടുത്തെ കണ്ണാടി ഇഷ്ടമാണ്. നമ്മുടെ ഫേസ് നല്ല രീതിക്ക് തന്നെ എടുത്ത് കാണിക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. സ്ഥലത്തെത്തിയതും ഞാൻ കണ്ടത് ഈ ഒരു പോസ്റ്ററാണ്. സോറി, ഇത് പോസ്റ്റർ അല്ല അല്ലേ. എന്തായാലും വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് ഒരു കോലത്തിലാവാമെന്ന് വിചാരിച്ച് കുറേ വിചാരിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ. അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് റൂമിലെത്തിയതും അവിടെ കഴിക്കാനുണ്ടായിരുന്ന 2 മുട്ടയാണ്. അത് അകത്താക്കി. എൻ്റെ ഒരു പ്ലാനിങ്ങിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചുറ്റി കാണാൻ വേണ്ടി വരുന്നത്. രാവിലെ തൊട്ട് എല്ലാം കാണാമെന്നുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ. രാവിലെയുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ. ഒരു സമയം കഴിഞ്ഞ് ഉടുക്കത്തെ വെയിലാണ്. അതുകൊണ്ട് വെയിൽ മാറിയിട്ട് ഇറങ്ങാമെന്നുള്ള പ്ലാനിങ് എത്തി കേട്ടോ. ആ കൂടി 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അത് വെച്ചിട്ട് വേണം രാവിലെ അത് ഇടാം, അത് അലക്കുക, വൈകിട്ട് ഇടാം. അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടൊന്നും തോന്നുന്നുണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല കേട്ടോ. ഒരു അന്താളിപ്പുറം നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നല്ല അടിപൊളി സുന്ദരി പെൺപിള്ളേരുണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് പോയി. അങ്ങനെ അടുത്ത ദിവസമായി 2 പാട്ടൊക്കെ കഴിച്ചിട്ട് ചട്നിയൊക്കെ കഴിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങി. അവിടെ എല്ലാം ഓപ്പണായി വന്നപ്പോഴേക്കും ഒരു 10-11 മണിയായിട്ടോ. അപ്പോഴും നല്ല വെയിൽ. അപ്പോൾ വെയിൽ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോയി. ഇവിടെ വെയിലും കൊണ്ട് കരിഞ്ഞ് വള്ളിയായി നടന്ന് എൻ്റെ ഒരു ഊപ്പാട് ഇളകിയെന്ന് പറയാലോ. ഇപ്പം ഏകദേശം എനിക്ക് മനസ്സിലായി എപ്പോഴൊക്കെയാണ് ഇങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന്. ഇനി അടുത്ത വട്ടം വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇതേപോലെ ആവട്ടോ. അങ്ങനെ ഞാൻ പോവുകയാണ്. ഇനി അടുത്ത വട്ടം വരുമ്പോൾ എല്ലാം കറക്റ്റ് ആക്കണം. അപ്പോൾ ബൈ.